ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9 ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അഥവാ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 ആണ്. നമ്മൾ 9ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ ഇതുവരെ ചെയ്ത ചോദ്യങ്ങളൊക്കെ SCRT ക്ലാസ് 9 എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് നോക്കാം. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. We have seen how we can go on drawing right triangle like this. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ തുടർച്ചയായി മട്ട ത്രികോണം വരയ്ക്കുന്ന രീതി നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ വരച്ചാണ്, മുമ്പത്തെ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ വരച്ചതാണ് അല്ലേ. What are the length of the side of the 10th triangle in this pattern? ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? How much more is the perimeter of the 10th triangle than that of the 9th? 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? അപ്പോൾ ആദ്യം നമ്മൾ 10ാമത്തേൻ്റെ സൈഡ് കാണണം, അതിനുശേഷം പെരിമീറ്ററുകളുടെ ഡിഫറൻസ് കാണണം. ഇവിടെ 1ാമത്തേൻ്റെ സൈഡ് എന്താ നോക്കിയാൽ 1 എന്നാണ്. ഓക്കെ, ഈ 1നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ √1 എഴുതി കൂടെ, അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടുക കേട്ടോ. √1ന്റെ വാല്യൂ 1 തന്നെയാണല്ലോ. അപ്പോൾ √1 √2 ആയി, ഇവിടെ √2. ഓക്കെ, ഇവിടെ √2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ √3 വരും എന്നുള്ളത് നമ്മൾ കണ്ടാണ്. ഇവിടെ √3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ √4 വരും, ഇവിടെ √5 വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് √2 1 √3. ഇവിടെ നോക്കിയാൽ ഒന്നാമത്തത് √1 1 √2, രണ്ടാമത്തത് √2 1 √3. അപ്പം മൂന്നാമത്തെ എന്താ √3 1 √4, നാലാമത്തെ എന്താ √4 1 √5. അപ്പം അഞ്ചാമത്തെ എന്തായിരിക്കും √5 1 √6. എത്രാമത്തെയാണോ ആ നമ്പറിന് തുടങ്ങുക, റൂട്ടിൽ തുടങ്ങുക, അതിനേക്കാൾ ഒന്ന് കൂടിയ റൂട്ടിലെ നമ്പറിൽ അവസാനിക്കുക, സെൻറ്ററിൽ 1 അല്ലേ. അപ്പോൾ 10ാമത്തെ എന്തായിരിക്കും √10 1 √11 അല്ലേ. ഒന്നിൻ്റെത് √1 1 √2, രണ്ടിൻ്റെത് √2 1 √3, പിന്നെ √3 1 √4, √4 1 √5. അപ്പോൾ 10ൻ്റെ എന്തായിരിക്കും √10 1 √11 എന്ന് വരും. ഇനി രണ്ടാമത്തത് ഇതിൻ്റെ പെരിമീറ്ററുകളുടെ വ്യത്യാസം കാണാനാണ്. അപ്പോൾ ആദ്യം 9ാമത്തെ കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9ാമത്തെ ആണെന്നുണ്ടെങ്കിൽ √9 1 √10, √10 √10 1 √11. ഇനി ഇതിൻ്റെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ, 9ാമത്തെ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ എന്താണ്? ഈ ലെങ്ത്തുകൾ കൂട്ടിയാൽ മതി. √9 + 1 + √10. √9ൻ്റെ വാല്യൂ ഇപ്പോൾ കൊടുക്കണ്ട കേട്ടോ. 10ാമത്തേൻ്റെ പെരിമീറ്റർ എന്താ √10 + 1 + √11. 10ാമത്തെ ത്രികോണമാണല്ലോ വലുത് വരിക, അപ്പോൾ ആ വലുത് നിന്ന് ചെറുത് കുറക്കുക. ഓക്കെ, ഫസ്റ്റത്തെ അതേപോലെ രണ്ടാമത്തെ ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടാകുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ √10 + 1 + √11 മൈനസ് ഓഫ് √9 + 1 + √10. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവുകളൊക്കെ നെഗറ്റീവ് ആവും. അപ്പോൾ -√9 -1 -√10. ഇപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ √10ഉം ഈ -√10ഉം ക്യാൻസൽ ആവും, ഈ 1ഉം ഈ -1ഉം ക്യാൻസൽ ആവും. ബാക്കി ഞാൻ എന്താ ഉള്ളത് √11 -√9 എന്ന് വരും. ഓക്കെ, √11 -√9 എന്ന് കിട്ടും. അഥവാ √11 -√3. √9ൻ്റെ വാല്യൂ √3 കൊടുത്തു എന്നുള്ളൂ. ചിലപ്പോൾ റൂട്ടില്ലാത്ത, ഇപ്പോൾ 10 9 ആയതുകൊണ്ടാണ് ഇതിങ്ങനെ. വേറെ ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൂട്ടില്ലാത്ത നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അത് അതേപോലെ ഇട്ട് വെച്ചാൽ മതി. √11 -√9 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ് √2 cm ആൻഡ് √3 cm? How much more is the sum of the perpendicular side than the hypotenuse? ലംബവശങ്ങൾ ഇവിടെ റൂട്ട് കൊടുത്തിട്ടില്ല അല്ലേ. ലംബവശങ്ങൾ √2 cm ഇങ്ങനെയാണ് കേട്ടോ. ലംബവശങ്ങൾ √2 cm √3 cm ആയ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? ഇതാണ് നമ്മളുടെ ചോദ്യം.
ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വേണം. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ലംബവശങ്ങൾ എന്താണ്? ഈ ലംബവശങ്ങൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 90 ഡിഗ്രി വരുന്ന കോണുണ്ടല്ലോ, ആ കോണ് ഫോം ചെയ്യുന്ന ആ രണ്ട് സൈഡിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് അല്ലാത്ത മറ്റു രണ്ട് സൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ ലംബവശങ്ങൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് ഒന്ന് √3 ഒന്ന് √2 ആണ്. അതിവിടെ കൊടുത്തു. ഇനി മൂന്നാമത്തെ സൈഡ് കാണണം. ഓക്കെ, കർണത്തിന്റെ നീളം കാണണം. അതിന് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. എന്താണ് പൈതഗോറസ് തിയറം? a² + b² = h². എന്താണ് എയും ബിയും? ലംബവശങ്ങളെയാണ് നമ്മൾ എയും ബി എന്ന് പറയുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടനസ് അഥവാ എച്ച് എന്ന് പറയുന്നത്. ഇവിടെ ലംബവശങ്ങൾ ഒന്ന് √2 ആണ്, ഒന്ന് √3 ആണ്. ആ വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ എയുടെ സ്ഥാനത്ത് √2 എന്നും ബിയുടെ സ്ഥാനത്ത് √3 എന്നും കൊടുക്കുക. അപ്പോൾ a² എന്നാണല്ലോ. അപ്പോൾ √2² + √3² = h². റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവും. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 × √2 ആണ്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ഇതിൽ കുറേ പറഞ്ഞതാണ്. √2 × √2 എത്രയാണ്? 2 ആണ്. അതേപോലെ തന്നെ √3യുടെ സ്ക്വയർ അറിയുമ്പോൾ അവിടെ റൂട്ട് ക്യാൻസൽ ചെയ്യാണ്ട് 3 എന്നാവും. Then what is 2 + 3? It is 5. രണ്ടിലോട്ടും 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. സോ h² = 5 എന്ന് കിട്ടും. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ h² 5 ആണെന്നുണ്ടെങ്കിൽ h എന്തായിരിക്കും? √5 ആയിരിക്കും. h എന്തായിരിക്കും? √5 ആയിരിക്കും. ഓക്കെ, √5ന്റെ വാല്യൂ നമുക്കറിയില്ല. ഇനി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ √5ന്റെ വാല്യൂ ആണ്, നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്കിവിടെ വ്യത്യാസം കാണണം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എക്സാമിന് √5ന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് എഴുതി വെച്ചാൽ മതി, ചെയ്യണ്ട കേട്ടോ. ഇനി √2 + √3 അത് എത്രയെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താ? നീളം ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്. അപ്പോൾ ലംബവശങ്ങൾ കൂട്ടിയാൽ കർണത്തിനേക്കാൾ എത്ര കൂടുതൽ കിട്ടുന്നുള്ളത് നോക്കണം. അതിന് ലംബവശങ്ങളായ √2 √3 കൂട്ടാൻ പോവാണ്. 1.41 1.73 1.41 1.73 3 + 1 4 കിട്ടും. ദെൻ 7 + 1 11ക്ക് 1 കിട്ടും. സിസ്റ്റം 1, ദാറ്റ് ഈസ് 3.14. ഓക്കെ, ദെൻ √5ന്റെ വാല്യൂ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മളെടുത്തു 2.23 എന്നെടുത്തു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3.14 എന്ന്. ഓക്കെ, തിരിച്ചു കുറക്കുക കേട്ടോ, വലുതെന്ന് ചെറുത് കുറക്കുക, വ്യത്യാസം നല്ല ചോദിച്ചിട്ടുള്ളൂ. 3.14 എന്ന് 2.23 കളയണം. 4 3 പോയാൽ 1 കിട്ടും. 1 2 പോകില്ല. അപ്പോൾ 11 2 പോയാൽ 9 കിട്ടും. ദെൻ 2 2 പോയാൽ 0. 3 4 9 2 11 1 ഇഷ്ടം 3. ഓക്കെ, 0.91 ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 0.91 എന്ന് കിട്ടും. ഓക്കെ, √5ന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. √5. ഓക്കെ, 2 + √3 √5 - √2 + √3 എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ √5ന്റെ വാല്യൂ എന്നുള്ള അത് ഇങ്ങനെ എഴുതിയാൽ മതി വ്യത്യാസം കാണാനും. √5 - √2 + √3. ഓക്കെ, ലംബവശങ്ങൾ ഹൈപ്പോട്ടനസ് മൈനസ് ചെയ്യണം, അഥവാ കർണത്തിൽ നിന്ന് കുറക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ?